Hi friends, today we are going to discuss our textile questions and answers of a very old man with enormous wings. നമ്മുടെ മാജിക്കൽ റിയലിസവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെ. ചാപ്റ്ററിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്നോ രണ്ടോ പാരഗ്രാഫ് പഠിക്കുന്നതിന് കൂടെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ സൈഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why does the sight of the old man frighten Pelayo? അല്ലെ, പെലയോ എന്ത് ചെയ്തു? നമ്മുടെ ഓൾഡ് മാനെ കണ്ടോടുകൂടി പെലയോ എന്ത് ചെയ്ത്? പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോയി അല്ലെ. പെലയോ എന്തുകൊണ്ടാണ് പെലയോ നമ്മുടെ ഈ ഓൾഡ് മാനെ കണ്ടപ്പോ ഭയന്നത്? Then answer, the sight frightens Pelayo because of the old man looks strange and dirty. എന്താണ്? നമ്മുടെ ഓൾഡ് മാന് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടാണ് കിടക്കുന്നത് അല്ലെ. കണ്ട ആർക്കായാലും ഒരു പേടിയൊക്കെ തോന്നും അല്ലെ. ഒട്ടും പരിചയമില്ലാത്തൊരു മനുഷ്യനെ പോലെ വളരെ ഡേർട്ടി ആയിട്ട്, വൃത്തിയില്ലാത്ത എന്നാൽ ഭയാനകരമായി തോന്നുന്ന ഒരവസ്ഥയിലാണ് കിടക്കുന്നത്. He is lying in the mud with enormous wings. എന്താണ് അദ്ദേഹം എങ്ങനെയാ കിടക്കുന്നത്? അദ്ദേഹത്തിന്റെ എനോമസ് വിങ്സ് ചളിയിൽ ഇങ്ങനെ മുങ്ങിയിട്ടാണ് കിടക്കുന്നത്. Then question B, what was the old man unable to get up? എന്തുകൊണ്ടാണ് നമ്മുടെ ഓൾഡ് മാന് എണീക്കാൻ സാധിക്കാത്തത് അല്ലെ? അദ്ദേഹം നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ഓൾഡ് മാന് എണീക്കാൻ സാധിക്കാത്തത്? ആൻസർ, the old man was unable to get up because his enormous wings were stuck in the mud. അല്ലെ, അദ്ദേഹത്തിന്റെ enormous wings എവിടെയാണ്? മഡില്, ആ ചെളിയില് മുങ്ങിക്കിടക്കാണ്, സ്റ്റക്ക് ആയിട്ടുണ്ട് കേട്ടോ, കുടുങ്ങി കിടക്കുകയാണ്. He was also very old and weak, which made it hard for him to move. അല്ലെ, അത് മാത്രാണോ? ഇല്ല, അതെന്താണ്? ഒരുപാട് ഭയങ്കര ഓൾഡും ആണ്, ഭയങ്കര വീക്കുമാണ്, നല്ല ഏജും ഉണ്ട്, അതുപോലെ ശാരീരികമായിട്ട് ഭയങ്കര വീക്കുമാണ്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് അവിടെ നിന്നും മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. The couple considered the old man a lonely castaway. Why? നമ്മുടെ കപ്പിൾസ് ഉണ്ടല്ലോ, നമ്മുടെ പെലായും വിൻസെന്റും കൂടെ കുറെ നേരമൊക്കെ നോക്കിയിരുന്നിട്ട് അവരൊരു നിഗമനത്തിലെത്തി. എന്തായി? ഇത് ഷിപ്പിൽ നിന്നും എവിടെയോ അപകടത്തിലൊക്കെ പെട്ടുപോയിട്ടുള്ള ഫോറിൻ ഷിപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ഒരു കപ്പൽ യാത്രക്കാരനാണ് എന്നുള്ളൊരു നിഗമനത്തിൽ അവരെത്തി. എന്തുകൊണ്ട്? നോക്കാം. The couple considered the old man a lonely castaway. കപ്പിൾ എന്താണ് വിചാരിച്ചത്? ആ ഓൾഡ് മാൻ ആരാണ്? ഒരു ലോങ്ലി കാസ്റ്റവേ ആണ്. കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ഒരാളാണ്. Because he was found lying face down in the mud after a storm. കാരണം ഒരു സ്റ്റോമിന് ശേഷം, അവിടെ നല്ല കാറ്റും മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ് 2-3 ദിവസമായിട്ട്. അപ്പൊ ഒരു കൊടുങ്കാറ്റിന് ശേഷം അദ്ദേഹം എന്താണ്? ഫേസ് ഡൗൺ ആണ്, മഡിൽ ഇങ്ങനെ ചളിയിൽ മുഖം ഇങ്ങനെ കമിഴ്ന്ന് കിടക്കാണ്. ഡ്രസ്ഡ് ലൈക്ക് എ റാറ്റ് പിങ്കർ. എങ്ങനെയാണ്? ഒരു റാറ്റ് പിക്കറിന്റെ ഡ്രസ്സാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് അല്ലെ. റാറ്റ് പിങ്കർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്? സാധനങ്ങൾ പൊറുക്കിയെടുക്കുകയും അതുപോലെ അത് വിൽക്കുകയും ചെയ്യുന്ന ആളുകൾ, സാധനങ്ങൾ ശേഖരിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകൾ. ആൻഡ് സ്പോക്ക് ഇൻ എ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട് വിത്ത് എ സ്ട്രോങ് സൈലേഴ്സ് വോയിസ്. ഇതാണ് അതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം അതേ എങ്ങനെ സംസാരിക്കുന്നേ? ഒരു സൈലർ, ഒരു കപ്പൽ യാത്രികനെ പോലെ, കപ്പൽ നാവികനെ പോലെ, യാത്രികനല്ല കപ്പൽ നാവികനെ പോലെ, അതുപോലെ തന്നെ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്, ഒന്നും മനസ്സിലാവാൻ സാധിക്കാത്ത ഒരു ഭാഷയിലും കൂടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. Then next question, why was the neighbor woman sure that the old man was an angel? അല്ലെ, നൈബർ വുമന് പിന്നെ എന്താ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല. നൈബർ വുമൻ വന്ന ഉടൻ തന്നെ കൺഫേം ചെയ്ത് പറഞ്ഞു അതൊരു ഏഞ്ചൽ ആണെന്ന്. എന്തുകൊണ്ട്? ഓക്കെ, the neighbor woman was sure the old man was an angel because he had big wings. കാരണം എന്താണ്? അവർക്ക് വലിയ ബിഗ് വിങ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ നൈബർ വുമന് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല, അതെന്താണ്? അത് ഏഞ്ചൽ ആണ്. ഓക്കെ, then he said came for the sick child but the rain knocked him down. അത് മാത്രമാണ് അവരെന്ത് കൂടെ പറഞ്ഞു? അവരെന്തിനു വേണ്ടിയാ വന്നിട്ടുള്ളത്? നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഈ ഏഞ്ചല്. പക്ഷെ എന്ത് ചെയ്തു? മഴ അല്ലേ, സ്ട്രോങ് മഴയല്ലേ, ആ മഴ ഈ ഓൾഡ് ആയിട്ടുള്ള ഏഞ്ചലിനെ താഴോട്ടങ്ങ് തട്ടിയിട്ടതാണ് എന്ന്. The next question, why did Pelayo arm himself with a club? എന്തുകൊണ്ടാണ് പെലയോ അദ്ദേഹത്തിന്റെ കയ്യിൽ ബൈലിഫിന്റെ തണ്ടൊക്കെ വെച്ച് നിന്നത് എന്നാണ് ചോദ്യം.
Pelayo armed himself with a club because he was scared or afraid of the old man. കാരണം എന്താണ്? ഭയമാണല്ലേ, പേടിച്ചിട്ടാണ്. ആ ഓൾഡ് മാനെ പേടിച്ചിട്ട് തന്നെയാണ് എലയോ അവരുടെ കയ്യിൽ ആ ക്ലബ് വെച്ചത്. He didn't know if the man was dangerous, so he wanted to protect his family. അദ്ദേഹത്തിന് അറിയില്ല അത് എത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം, അല്ലെ? അദ്ദേഹത്തിന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യണം, സംരക്ഷിക്കണം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് മെയ്ഡ് ദ കപ്പിൾ സഡൻലി ഡിസൈഡഡ് ടു ട്രീറ്റ് ദ മാൻ വിത്ത് സം കൈൻഡ്നസ്? അല്ലെ, പെട്ടെന്ന് അത് വലിയ ഒരു ദയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു, അല്ലെ? പെട്ടെന്ന് എന്താണോ ആ ഫാമിലിക്ക് അദ്ദേഹത്തെ ഒരു കൈൻഡ്നസ്, അദ്ദേഹത്തോടെ ഒരു ദയ തോന്നുകയും അദ്ദേഹത്തെ പറഞ്ഞേക്കാം, അല്ലെ, ഒരു ചെങ്ങാടത്തിലോട്ടാക്കിയിട്ട് കടലിലോട്ട് പറഞ്ഞു വിടാം എന്നൊക്കെയുള്ള ഒരു മനസ്സൊക്കെ തോന്നിയത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ആൻസർ: the couple decided to treat the man when their sick child got better. എന്തുകൊണ്ടാണ്? അവരുടെ വയ്യാത്ത കുട്ടി അസുഖമൊക്കെ മാറി പെട്ടെന്ന് എണീറ്റ് വന്നുകൊണ്ട്. The child woke up without fever and wanted to eat. അല്ലെ, കുട്ടി എണീറ്റപ്പോൾ ഒട്ടും തന്നെ പനിയില്ലായിരുന്നു. അത് മാത്രമല്ല കുട്ടി ഭക്ഷണം കഴിക്കാനും താല്പര്യം കാണിച്ചു. They felt grateful and they decided to put the angel on a raft with the flesh, water and provisions for 3 days and leave him to his fate on the high sea. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായി? അതിനോട് നന്ദിയായി. ആ നന്ദി കടപ്പാടും കാണിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് തീരുമാനിച്ചു? ഏഞ്ചലിനെ ഒരു ചെങ്ങാട്ടത്തിലാക്കി നല്ല ഫ്രഷ് വാട്ടർ ഒക്കെ കൊടുത്തു. 3 ദിവസത്തേക്ക് വേണ്ട പ്രൊവിഷൻസ്, വേണ്ട സാധനങ്ങളൊക്കെ അതിൽ വെച്ച് കൊടുത്ത് അദ്ദേഹത്തെ കടലിലോട്ട് പറഞ്ഞു വിടാം എന്ന് തീരുമാനിച്ചു. The next question. Why does Pelayo lock the old man in the chicken coop? എന്തുകൊണ്ടാണ് പെലയോ നമ്മുടെ ഓൾഡ് മാനിനെ ചിക്കൻ കൂപ്പിൽ ലോക്ക് ചെയ്തിട്ട് ചിക്കൻ കൂപ്പിൽ പൂട്ടിയിട്ടത്? Pelayo locks the old man in the chicken coop because he is afraid of him. വേറെ ഒന്നുമല്ല, സാധാരണ ഒരു മനുഷ്യനാണ് നമ്മുടെ പെലയോ, അല്ലെ? ഇങ്ങനെ സൂപ്പർ നാച്ചുറൽ ചെറുകൾ ഒരാളെ കാണുമ്പോൾ ആരായാലും പേടിക്കും. അതുപോലെ നമ്മുടെ പെലയോയ്ക്കും പേടിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പെലയോ എന്ത് ചെയ്തു? അവരെ ചിക്കൻ കൂപ്പില് ക്ലോസ് ചെയ്തിട്ടു. He doesn't know who or what the old man really is. കാരണം അദ്ദേഹത്തിന് അറിയില്ല എന്താണ് അതാരാണ്, എന്താണ് അത് യഥാർത്ഥത്തിൽ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. He wants to keep him away from the house and protect his family. അദ്ദേഹത്തിന് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തണം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിയെ ഇയാളിൽ നിന്നും സംരക്ഷിക്കണം. ഈ ഒരൊറ്റ മനസ്സോട് കൂടിയിട്ടാണ് ആ ചിക്കൻ കൂപ്പിൽ ക്ലോസ് ചെയ്ത് ഇട്ടത്. Why do the people treat the old man like a circus animal? എന്തുകൊണ്ടാണ് ആളുകൾ, വന്ന് കണ്ട ആളുകളൊക്കെ ഇതിനൊരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ആയിട്ട് കാണാതെ ഒരു സർക്കസ് അനിമലായിട്ട്, സർക്കസ് കൂടാരത്തിലെ ഒരു മൃഗമായിട്ട് എന്തുകൊണ്ടാണ് ഇതിനെ കണ്ടത് എന്നാണ് ചോദ്യം. People treat the old man like a circus animal because കാരണം he looks strange with his enormous wings. കാരണം എന്താണ്? സാധാരണ ഒരു മനുഷ്യരെ പോലെ ഇല്ലല്ലോ, അത്യാവശ്യം സ്ട്രേഞ്ച് ആയിട്ടുള്ള എനോമസ് വിങ്സ്, വലിയ ചിറകുകൾക്കുള്ള ഒരാളാണ്. They don't see him as an angel. അല്ലാതെ ഒരു മാലാഖയെ പോലെ ഒന്നുമില്ല. മാലാഖ എന്നൊക്കെ പറയുമ്പോൾ സങ്കല്പം അറിയില്ലേ, ആകാശത്തുനിന്ന് ഇങ്ങനെ വൈറ്റ് ചിറകുകൾ, മൊത്തം വൈറ്റ് കളറായിരിക്കും മാലാഖയുടെ ചിറക്. ഇങ്ങനെയൊന്നും ഇവർക്ക് തോന്നുന്നില്ല. But has something to look at and laugh at. പക്ഷെ എന്തോ ഒന്ന് കാണാൻ മാത്രം ഉണ്ട്, അന്ന് കാണാൻ മാത്രം ചിരിക്കാൻ മാത്രമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. They come to watch him laugh and throw food just like at a circus show. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ വരുന്നുണ്ട്, കാണുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഫുഡ് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു സർക്കസ് ഷോയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണോ അവിടുത്തെ ആളുകളെയും മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ ചെയ്യുന്നത്, അതുപോലെയൊക്കെ തന്നെ അവരും ചെയ്തു. Do you think Elisenda is shrewd and clever? Why? എലിസണ്ട ഭയങ്കര അഗ്രകണ്ണിയും നല്ല ക്ലെവർ ആയിട്ട്, കണ്ണിങ് ആയിട്ട്, ബുദ്ധിയുള്ള ആളാണ് എന്ന് നിങ്ങളുടെ അഭിപ്രായത്തിലാണോ? എന്തുകൊണ്ട്? യെസ്, എലിസണ്ട ഈസ് shrewd and clever. അല്ലേ? എലിസണ്ട ഭയങ്കര ബുദ്ധിയും അഗ്രകണ്ണിയും വളരെ കണ്ണിങ്ങുമായിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള വ്യക്തിയാണ്. She gets the idea to charge money for the people to see the old man. കാരണം അവളുടെ ഐഡിയ ആയിരുന്നു ആളുകളുടെ നിന്ന് പൈസ വാങ്ങാൻ ഈ ഓൾഡ് മാനെ കാണിക്കാൻ എന്നുള്ളത്. ബിക്കോസ് ഓഫ് ദിസ് ദ കപ്പിൾ ബിക്കംസ് റിച്ച് ആൻഡ് ബിൽഡ് എ ന്യൂ ഹൗസ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ കപ്പിൾസ് എന്തായി മാറി? റിച്ച് ആവുകയും അവരെന്ത് ചെയ്തു? ഒരു പുതിയ വീട് നിർമ്മിക്കുകയും ചെയ്തു.
His only supernatural virtue seemed to be patience. Why does the author say? അദ്ദേഹത്തിന്റെ ഒരേ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഗുണം അല്ലെ, അമാനുഷികമായിട്ടുള്ള ഒരേ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് പേഷ്യൻസ് ആണ്, ക്ഷമയാണ് എന്ന് നമ്മുടെ ഓതർ പറയാനുള്ള റീസൺ എന്താണ്? വൈ? The author says this because the angel does not do any miracles. അങ്ങനെ മിറാക്കിളായിട്ടുള്ള അല്ലെ, അത്ഭുതകരമായിട്ടുള്ള ഒരു അത്ഭുതവും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഒന്നും തന്നെ നമ്മുടെ ഏഞ്ചൽ ഓൾഡ് മാൻ ചെയ്യുന്നില്ല. He only shows patience. അതിൻ്റെ അടുത്ത് നമുക്ക് ഒന്ന് മാത്രം കാണാൻ സാധിക്കുള്ളൂ, ക്ഷമ. ഓക്കെ. And he stays calm even when people hurt him. ആളുകൾ അവരെ ഹർട്ട് ചെയ്യുമ്പോൾ, വേദനിക്കുമ്പോൾ അദ്ദേഹം എന്തായിരുന്നു? വളരെ കാമായിട്ട്, വളരെ ശാന്തനായിട്ട് ഇരുന്നു. ആൻഡ് ട്രീറ്റ് ഹിം ബാഡ്ലി. വളരെ മോശമായിട്ട്, വളരെ ഹർട്ടായിട്ട് ആളുകൾ ഫേസ് ചെയ്യുമ്പോഴും അവർ വളരെ കാമായിട്ടിരുന്നു. He does not get angry or fight back. ഒരിക്കലും ദേഷ്യപ്പെടുകയോ തിരിച്ച് ഫൈറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. It shows that his only supernatural virtue is being very patient. ഇതിൽ നിന്നും ഒന്ന് മനസ്സിലാക്കാം, അവർക്കുള്ള ഒരേ ഒരു സൂപ്പർ നാച്ചുറൽ കഴിവ് എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർ നാച്ചുറൽ കഴിവ് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് ആണ് അല്ലെ. നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരേ ഒരു സൂപ്പർ നാച്ചുറൽ വിർച്യു എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസ് മാത്രമേ ഉള്ളൂ ഈ ഏഞ്ചലിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why do more people flock to see the woman rather than the old man? ഓൾഡ് മാനേക്കാൾ കൂടുതൽ ആളുകളും, അപ്പൊ അവിടെ വന്നിട്ടുള്ള ട്രാവലിംഗ് ഷോയിൽ വന്നിട്ടുള്ള ഒരു വുമൺ ഉണ്ടല്ലോ, സ്പൈഡർ ആയിട്ട് മാറിയിട്ടുള്ള വുമൺ, അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും അങ്ങോട്ട് ഒഴുകിപ്പോയത്. എന്തുകൊണ്ടാണ് കൂട്ടമായി അങ്ങോട്ട് പോയത്? അതിനുള്ള റീസൺ ആണ് ചോദിക്കുന്നത്. More people to go to see woman because the charge for seeing her is less than the charge for the seeing an angel. കാരണം എന്താണ്? ഏഞ്ചലിനെ കാണാനുള്ള ചാർജിനേക്കാൾ കുറവ് ചാർജ് മാത്രമേ ഉള്ളൂ ആ വുമണിനെ കാണാനേ അല്ലേ. ഇവിടെ 5 cent അല്ലേ വാങ്ങുന്നേ, അത്രയും ചാർജ് വരുന്നില്ല നമ്മുടെ സ്പൈഡർ വുമണെ കാണാൻ. Her story is easy to understand and she can talk to them and answer their questions. അത് മാത്രമല്ല, അവളുടെ കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. എന്താണ്? ഒരു ഇടിമിന്നൽ തട്ടിയപ്പോൾ പെട്ടെന്ന് മാലാഖയായതാണ്. അപ്പൊ ആളുകൾക്ക് അത് ഈ ഏഞ്ചലിന്റെ ഇപ്പോഴും നിഗൂഢമാണ്. ഏഞ്ചൽ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എങ്ങനെ ചിറക് വന്നു, എല്ലാം നിഗൂഢാണ്. ഏഞ്ചലത്തെ പറയുന്നില്ല, ഇവർക്കേറ്റ് ഗസ് ചെയ്യാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് സ്പൈഡർ വുമന്റെ എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്ത് ചോദിച്ചാലും വ്യക്തമായിട്ടുള്ള ആൻസർ സ്പൈഡർ വുമനുണ്ട്. അപ്പൊ അവർക്കും തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ലഭിക്കുന്നുള്ളൂ. ആൻഡ് ഷീ കാൻ ടോക്ക് ടു ദം, ആൻസർ ദെയർ ക്വസ്റ്റ്യൻസ്. അവളോട് സംസാരിക്കാം, അവൾ ആൻസേഴ്സ് കൊടുക്കും. ദ ഓൾഡ് മാൻ ഇസ് സ്ട്രേഞ്ച് ആൻഡ് സൈലന്റ്. പക്ഷെ നമ്മുടെ ഓൾഡ് മാൻ അങ്ങനെയാണോ? ഭയങ്കര സ്ട്രേഞ്ച് അല്ലെ, പാപചരിതമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ആൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഭയങ്കര സൈലന്റും ആണ്. പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ഹി ഈസ്. ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല അത് ആരാണ്, അദ്ദേഹം ആരാണ്. ദ വുമൺ സീംസ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. ഈ വുമണിനെ കാണാനാണ് കൂടുതൽ രസവും കൂടുതൽ ഇൻട്രസ്റ്റിംഗും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why is the doctor surprised by the logic of the wings? ആ വിങ്സിന്റെ പിന്നിലെ, ചിറകിന്റെ പിന്നിലുള്ള ലോജിക്ക്, ചിറക് എവിടുന്ന് വന്നു, ഇതിന്റെ പിന്നിലെ സൈന്റിഫിക് ലോജിക്ക് എന്താ? ബാക്കിയുള്ളവർക്കൊന്നും ഈ ചിറകില്ലല്ലോ. ഇത് സാധാരണ ഒരു മനുഷ്യന്റെ ബോഡി പോലെയാണ് ഇയാളുടെ എല്ലാ ശരീരഭാഗങ്ങളും പ്രവർത്തിക്കുന്നത്. കിഡ്നി ആണെങ്കിലും ഹാർട്ട് ആണെങ്കിലും ഒക്കെ സാധാരണ മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്നത്, സാധാരണ മനുഷ്യനെ പോലെ കാണാനും ഉണ്ട്. പക്ഷെ ബാക്കിലാണെങ്കിൽ ഒരു ചിറകുണ്ട്. അതിന്റെ പിന്നിലെ ലോജിക്ക് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ഡോക്ടർക്ക് ഒരു സർപ്രൈസിങ് വന്നത് അല്ലെ. അത് എന്തുകൊണ്ട് നോക്കാം. The doctor is surprised because the angel's wings look normal on his body. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഒരു ശരീരത്തിന്റെ ഭാഗം പോലെ, കാല്, കൈ, കണ്ണ്, മുഖം, തല, കൈയൊക്കെ പോലെ തന്നെയാണ് ഒരു ഹ്യൂമൻ ബോഡിയിലെ ശരീരത്തിന്റെ സാധാരണ പാർട്ട് പോലെ തന്നെയാണ് ആ ചിറകുമുള്ളത്. They seem to feel like they are natural part of it. അത് എങ്ങനെയാണ്? നാച്ചുറൽ ആയിട്ടില്ലേ, അവിടെ ഓൾറെഡി ഉള്ളത് പോലെ. നമ്മുടെ ശരീരത്തിൽ ഇപ്പോ കൈ ഉള്ളത് നമുക്ക്, എന്റെ ശരീരത്തിൽ കൈ ഇവിടെ മുളച്ചു വന്നു, നമ്മൾ അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. എന്റെ ശരീരത്തിന്റെ ഇവിടെ ഇങ്ങോട്ട് കാല് കാണുന്നു, കാല് ഇവിടുന്ന് ഇങ്ങോട്ട് മുളച്ച് എനിക്ക് അത്ഭുതമായി തോന്നും, നമ്മൾ അങ്ങനെ പറയില്ലല്ലോ. അതുപോലെ തന്നെ ഒരു അത്ഭുതമായിട്ടൊന്നും തോന്നില്ല. സാധാരണ നോർമലായിട്ട് ശരീരത്തിൽ നിന്നും ഒരു ചിറക് വന്നിരിക്കുന്നത് പോലെയേ തോന്നുള്ളൂ. The doctor does not understand how a human body can have such a wings. ഒരിക്കലും നമ്മുടെ ഡോക്ടർക്ക് മനസ്സിലാവാൻ സാധിക്കുന്നില്ല എങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ചിറക് വന്നു എന്നുള്ളത്. സോ he confused about that. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായി?
അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അദ്ദേഹം കൺഫ്യൂസ്ഡ് ആയി. നോക്കാം. വൈ ഡസ് എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈൻ ഓഫ് റിലീഫ്? എന്തുകൊണ്ടാണ് എലിസണ്ടയ്ക്ക് ഒരു ശ്വാസം വിട്ടത്? എന്തിന്റെ ഒരു ആശ്വാസത്തിന്റെ ദീർഘശ്വാസം വിടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ആശ്വാസത്തിന്റെ നെടുവീർപ്പ് അല്ലെ. എന്തുകൊണ്ടാണ് ഒരു ആശ്വാസത്തിന്റെ ശ്വാസം, നമ്മുടെ ഈ ഒരു സമാധാനത്തിന്റെയൊക്കെ ഒരു സൈൻ എലിസണ്ട വിട്ടത്? എലിസണ്ട ലെറ്റ്സ് ഔട്ട് എ സൈൻ ഓഫ് റിലീഫ്. എലിസണ്ട ഒരു ആശ്വാസത്തിന്റെ നെടുവീർപ്പൊക്കെ ഇട്ടു. ബിക്കോസ് ദ ഏഞ്ചൽ ഫൈനലി ഫ്ലൈസ് അവേ. കാരണം നമ്മുടെ ഏഞ്ചല് അവസാനം പറന്നിരിക്കുന്നു. He had been a burden and a problem for a long time. ഇപ്പൊ കുറെ കാലമായിട്ട് ആ കൂപ്പ് നശിച്ചതിന് ശേഷം അദ്ദേഹം ഇവർക്ക് ഇപ്പൊ എന്താണ്, ഒരു ഭാരമാണ് അല്ലെ. അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഉണ്ട്, കുട്ടിയുള്ളതാണ്. അപ്പൊ അവിടെ നോക്കിയാലും മുറ്റത്തുണ്ടാവും, ഈ ഭാഗത്ത് നോക്കിയാലും അവിടെ ഉണ്ടാവും. എല്ലായിടത്തു കൂടി നടന്ന് വീട്ടിൽ കൂടി ഷെഡ് കൂടിയൊക്കെ നടന്ന് ബുദ്ധിമുട്ടിക്കാണ്. ഇപ്പൊ അവർക്ക് ഇതെന്തായിരുന്നു, കുറച്ചു കാലമായിട്ട് ആ ഓൾഡ് മാൻ ഒരു ഭാരമായിരുന്നു. She feels free and peaceful now he is gone from their lives. ഇപ്പൊ അവൾക്ക് എന്തുണ്ട്, അവളൊന്ന് ഫ്രീ ആയി, മനസ്സിലൊരു സമാധാനമായി. and she is gone from their life, he is gone from their life. അദ്ദേഹം ഇപ്പൊ അവരുടെ ലൈഫിൽ നിന്നും പോയിരിക്കുന്നു. She also feels comfortable when she thinks about the angel and he is finally restored. അവൾക്ക് അവളുടെ കാര്യം മാത്രം ആലോചിക്കുമ്പോൾ മാത്രമല്ല റിലീഫ് ഉള്ളത്, ആ ഏഞ്ചലിന്റെ കാര്യം ആലോചിക്കുമ്പോൾ കൂടെ റിലീഫ് ഉണ്ട്. എത്രയോ കാലമായിട്ട് അത് അവിടെ കിടന്ന് ബുദ്ധിമുട്ടുകയാണ് അല്ലെ. അപ്പൊ അതിലൊരു റിലീഫ് കിട്ടിയെന്ന് അവരുടെ കാര്യം ആലോചിക്കുമ്പോഴും ഏഞ്ചലിന്റെ ആലോചിക്കുമ്പോഴും എന്തുണ്ട്, ഒരു സമാധാനമുണ്ട്. കാരണം അവസാനം ആ മനുഷ്യൻ അവിടെ നിന്നും പറന്ന് രക്ഷപ്പെട്ടു പോയല്ലോ എന്നാലോചിച്ചിട്ട്. അപ്പോൾ ഇത്രയുമാണ് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസുമായ ആൻസേഴ്സ് ഉള്ളത്. ഇനി നമ്മുടെ ആക്ടിവിറ്റി പാർട്ടിൽ നമുക്ക് ഇനി വീണ്ടും ക്വസ്റ്റ്യൻ ആൻസർ വരുന്നുണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യുക, അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് ആ ടൈമിൽ തന്നെ ഇത് മനസ്സിലാക്കി വായിച്ച് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഹായ് ഫ്രണ്ട്സ്, എ വെരി ഓൾഡ് മാൻ വിത്ത് അനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റീസ് ലെറ്റ്സ് റിവൈൻഡ്. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ ടെക്സ്റ്റിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് പോലെയല്ല, ഇതൊന്നും കൂടെ മൊത്തം ചാപ്റ്റർ അറിഞ്ഞാൽ മാത്രം എഴുതാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഓൾഡ് മാൻസ് റോൾ ഇൻ ദ സ്റ്റോറി? How does his presence affect Pelayo's family? ഈ ഓൾഡ് മാന്റെ റോൾ എന്താണ് ഈ കഥയില്? നമ്മുടെ ഈ ഓൾഡ് മാന്റെ റോള് അല്ലെ, അദ്ദേഹം ചെയ്യുന്ന റോൾ എന്താണ് ഈ കഥയില്? അതുപോലെ തന്നെ ഇത് പെലയുടെ ഫാമിലിയെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ വരവ് എഫക്ട് ചെയ്തത് എന്നാണ് ചോദ്യം. നോക്കാം. The old man represent mystery and unknown. അല്ലെ, മിസ്റ്ററി ആണല്ലേ മക്കളെ, നിഗൂഢതയാണ് അല്ലെ, അൺനോൺ ആണ് അല്ലെ, ഒരിക്കലും അറിയപ്പെടാൻ കഴിയാത്ത, ഇപ്പോഴും അറിയില്ല. അത് നമ്മളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ, ഇത് ആരാണ് മക്കളെ, ഇത് ഏഞ്ചൽ ആണോ, മനുഷ്യനാണോ, അത് വേറെ ആരെങ്കിലും ആണോ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതുപോലെ എനിക്കും പറയാൻ കഴിയില്ല. കാരണം ഇതെന്താണ്, ഈ ക്യാരക്ടർ ഇപ്പോഴും ഈ കഥ വായിച്ച് കഴിയുമ്പോഴും ഈ ക്യാരക്ടർ ആരാ മക്കളെ, ഒരു മിസ്റ്ററിയാണ്, ഒരു അൺനോൺ കഥാപാത്രമാണ്, നമുക്ക് പരിചയമില്ലാതെ അവസാനിച്ചു പോകുന്ന, നിഗൂഢമായിട്ട് അവസാനിച്ചു പോകുന്ന ഒരു ക്യാരക്ടറാണ്. He challenges people's beliefs and understand behavior. അല്ലെ, അതേ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ സ്വഭാവത്തെയും ആളുകളുടെ വിശ്വാസത്തെ അല്ലെ, പലർക്കും പല വിശ്വാസം. ചില ആളുകൾ ഏഞ്ചലാണെന്ന് പറയുന്നു, ചില ആളുകൾ അവരുടെ രോഗം മാറാം, ചിറകുകൊണ്ട് അവരുടെ ശരീരത്തുമ്പോൾ തലോടുന്നു, ചില ആളുകൾ അവരുടെ ലൈഫിൽ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് വന്ന് കാണുന്നു, ചില ആളുകൾ പല രീതിയിലുമാണ് അല്ലെ. അപ്പൊ അവരുടെ ബിലീവ്സിന്, അവരുടെ വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഐ മീൻ ഈ കഥയിലൂടെ, ഈ ക്യാരക്ടറിലൂടെ നമ്മുടെ റൈറ്റർ ചോദിക്കുന്നുണ്ട്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ബിഹേവിയർ, ഇതും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ മനസ്സിലാക്കാനുള്ള ഒരു ക്യാരക്ടർ അല്ലെ, ഒരു ബിഹേവിയർ, ഒരു സ്വഭാവ ഗുണം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഹിസ് റോൾ ഷോസ് ഹൗ പീപ്പിൾ ഓഫൻ ഫിയർ എക്സ്പ്ലോയിറ്റ് വാട്ട് ദേ ഡു. അതെ, ഇത് എന്ത് കാണിക്കുന്നുണ്ട് മക്കളെ, ഈ റോള്, അദ്ദേഹത്തിന്റെ റോൾ എന്ത് ഷോ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ആളുകൾ ഭയപ്പെടുന്നതും അതുപോലെ തന്നെ ചൂഷണം ചെയ്യുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ചൂഷണം ചെയ്യുക, വാട്ട് ദേ ഡു, അവർക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച്. അല്ലെങ്കിൽ ഇപ്പൊ ചിലയിടത്ത് കണ്ടിട്ടില്ലേ, ആളുകൾക്ക് അറിയില്ല. അപ്പൊ നമ്മളിവിടെ ചില നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ, ചില സാധനങ്ങളെ കൊണ്ട് നെയ്ത് വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇന്നതുണ്ടാവും, ഇന്ന സംതൃപ്തി ഉണ്ടാവും. ഇത് അതുപോലെ ചില സ്ഥലത്ത് ഇന്ന ആളുകളുണ്ട്, അവരെ പോയി കണ്ടു കഴിഞ്ഞാൽ
അവര് തരുന്നത്, അവര് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സംഭവിക്കും, ഇത് സംഭവിക്കും. അപ്പം ആളുകളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്യാണ് അല്ലെ. അതുപോലെ ചില നാട്ടിൽ നിന്ന് ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ വന്നിട്ടുണ്ടാവും, എന്നിട്ട് അവരെ പോയി കാണാം. ആളുകൾക്ക് ഇത് അറിയില്ലല്ലോ, ഇത് എവിടുന്ന് വന്നു, എന്ത് വന്നു. അപ്പൊ ഈ അറിവില്ലായ്മയെ പോയി ചൂഷണം ചെയ്യും അല്ലേ. ആ ഒരു ഇതും നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. അറ്റ് ഫസ്റ്റ് പെലയോസ് ഫാമിലി ഈസ് സ്കേർഡ് ഓഫ് ദ ഓൾഡ് മാൻ. ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പെലയോയുടെ ഫാമിലി ഈ ഓൾഡ് മാനെ കണ്ടിട്ട് ആദ്യം ഭയപ്പെടുകയാണ് ചെയ്തത്. They later use him to earn money and become wealthy. പക്ഷെ ആദ്യം അവർ ഭയപ്പെട്ടെങ്കിലും പിന്നെ അവരെന്ത് ചെയ്തു? അവരുടെ ബുദ്ധി യൂസ് ചെയ്ത് പിന്നെ അവർ അദ്ദേഹത്തെ പണത്തിന് വേണ്ടി യൂസ് ചെയ്തു. ആൻഡ് വെൽത്തി, അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തു. ഈവൻ ദോ ഹി ഹെൽപ്സ് ദം, ദേ നെവർ ട്രീറ്റ് ഹിം വിത്ത് എ റിയൽ കെയർ അല്ലെ. ഇവരെ എന്തൊക്കെ പറഞ്ഞാലും ഓൾഡ് മാൻ അവരെ സഹായിച്ചേക്കാണ്. അവരുടെ സാഹചര്യങ്ങൾ മാറി, അവരുടെ വീട് മാറി, അവരുടെ കുട്ടിക്ക് അസുഖം മാറി, എല്ലാം സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും തിരിച്ച് അവരുടെ ഭാഗത്ത് നിന്നും റിയൽ കെയർ, ഒരു യഥാർത്ഥത്തിലുള്ള ഒരു കെയറിങ് ഓൾഡ് മാന് ലഭിച്ചിട്ടില്ലായിരുന്നു. In the end, when he flies away, Elisenda feels relief. അല്ലെ, അവസാനത്തിൽ നിങ്ങൾക്ക് അറിയാം അദ്ദേഹം പോയപ്പോൾ കൂടെ എലിസണ്ടക്ക് എന്താണ്? ഹാവ് എന്ന് പറയുന്ന ഒരു ആശ്വാസമാണ് വന്നത്. So the old man changes their lives, but they never truly understand respect. ഓൾഡ് മാൻ സത്യത്തിൽ അവരുടെ വീടും അവരുടെ ലൈഫ് ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവർ ആ ഓൾഡ് മാനെ റെസ്പെക്ട് ചെയ്യുകയോ അദ്ദേഹത്തെ മനസ്സിലാക്കുകയോ സഹായിക്കുകയോ കെയർ ചെയ്യുകയോ ചെയ്തിരുന്നില്ല. Okay, then second question. Mention any 2 traits of the old man that impress you. എന്തെങ്കിലും 2 traits, സ്വഭാവ ഗുണങ്ങൾ ഓൾഡ് മാൻ്റേത് നിങ്ങളെ ഇംപ്രസ് ചെയ്തിട്ടില്ല. ഓൾഡ് മാൻ്റെ എന്തൊക്കെ 2 സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല മക്കളെ? അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. നോക്കാം. ദ ഓൾഡ് മാൻ ഇസ് വെരി പേഷ്യന്റ്. അതിനപ്പുറം വേറൊരു ആൻസർ ഫസ്റ്റ് പറയാനില്ല. അത് തന്നെയാണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നതും. ഓക്കെ, ഓൾഡ് മാൻ്റെ എന്താണ്? ക്ഷമ. ഓക്കെ, when people are mean to him, പീപ്പിൾസ് അവർ ടോർച്ചർ ചെയ്തപ്പോഴും ഓൾഡ് മാൻ്റെ ക്ഷമയാണ് അല്ലെ. then he is also strong and can survive in bad condition. മാത്രമാണോ? അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തരണം ചെയ്യാനുള്ള അല്ലെ, അദ്ദേഹത്തിന്റെ സർവൈവിങ് ആയിട്ടുള്ള സ്ട്രോങ് മെന്റാലിറ്റി അല്ലെ. ആ ഒരു ബാഡ് സാഹചര്യത്തിൽ ഇരുന്നിട്ട് അവിടെ കാമായിട്ട് ഇരുന്ന് ശ്രമിച്ച് 1-2 ദിവസത്തെ ശ്രമം ആവില്ല അദ്ദേഹത്തിന്റെ പറക്കൽ, ആണോ? അല്ല അല്ലെ. ആ ബാഡ് സർക്കംസ്റ്റൻസിൽ ഇരുന്നിട്ട് ചുറ്റുപാടുള്ളവരൊന്നും പരിഗണിക്കാതെ, ആ വീട്ടിൽത്തോലും പരിഗണിക്കാതെ, വരുന്ന ആളുകളുടെ ഉപദ്രവങ്ങളിലൊന്നും എല്ലാ ബാഡ് സാഹചര്യങ്ങളിൽ നിന്നിട്ട് സർവേ ചെയ്തിട്ടാണ് അദ്ദേഹം ലാസ്റ്റ് പറന്നുയർന്നത് അല്ലെ. ആ ഒരു ക്വാളിറ്റി അല്ലെ, ആ ബാഡ് സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട്, ഒരു ബാഡ് കണ്ടീഷനിൽ നിന്നുകൊണ്ട് സർവേ ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കപ്പാസിറ്റി, ആ ഒരു കഴിവ്, ആ ഒരു മൈൻഡ് സെറ്റ്, അതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. Then third question, what elements of the story do you consider magic? അല്ലെ, ഈ കഥയിൽ മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതിൽ ഏതൊക്കെ എലമെന്റ്സ് ആണ് നിങ്ങൾക്ക് മാജിക്കൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. നോക്കാം. The story has magical parts like the old man's big wings. ഏതാണ്? ഫസ്റ്റ് വൺ എന്താണ്? നമ്മുടെ ഓൾഡ് മാൻ തന്നെ. ഓൾഡ് മാന് എങ്ങനെ എനോമസ് ആയിട്ടുള്ള വിങ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അതല്ലേ ഒന്നാമത്തെ മാജിക്കൽ ആയിട്ടുള്ള എഫക്ട്. ദെൻ എ വുമൺ ഹു ടേൺഡ് ഇൻടു എ സ്പൈഡർ. ഒരു പെണ്ണ് പെട്ടെന്നൊരു ഇടി മിന്നലും കൊണ്ടിട്ട് സ്പൈഡർ ആയിട്ട് മാറി, ചിലന്തി ആയിട്ട് മാറി. അതും ഒരു മാജിക്കൽ ആണ് അല്ലേ. ആൻഡ് ദ ഓൾഡ് മാൻ ഫ്ലൈയിങ് അറ്റ് ദ എൻഡ്. അത് മാത്രമാണോ? ആ ഓൾഡ് ആയിട്ടുള്ള മനുഷ്യൻ ലാസ്റ്റ് കഴുകനെ പോലെ പറന്നുയർന്നു പോകുന്നുണ്ട്. അതുപോലെ ദീസ് തിങ്സ് ഡോണ്ട് ഹാപ്പൻ ഇൻ ലൈഫ്. ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും യഥാർത്ഥ ലൈഫിൽ നടക്കാൻ പോകുന്നില്ല. സോ വിച്ച് മേക്സ് ദം മാജിക്കൽ. ഇതൊക്കെ എന്ത് തന്നെയാണ്? സ്വാഭാവികമായിട്ടും അപ്പൊ എന്താണ് അതൊക്കെ ഒരു മാജിക്കൽ തന്നെയാണ് അല്ലെ. നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദ ഓൾഡ് മാൻ ഫസ്റ്റ് ക്ലംസി അറ്റംപ്റ്റ് അറ്റ് ഫ്ലൈറ്റ് അല്ലെ. ആദ്യത്തെ അദ്ദേഹത്തിന്റെ ആ വളരെ ഒരു മോശപ്പെട്ട രീതിയിലുള്ള, വിചിത്രമായിട്ട് നമുക്ക് കാണുമ്പോൾ എന്തോ പോലെ ബുദ്ധിമുട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ആദ്യത്തെ അറ്റംപ്റ്റ്, ആദ്യത്തെ ശ്രമം ഉണ്ടല്ലോ പറക്കാനുള്ള, അതിനെ കുറിച്ച് നിങ്ങളോടൊന്ന് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. When the old man first tried to fly, he is not good at all. അല്ലെ, അത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലായിരുന്നു. He struggles and can barely stay in the air. അല്ലെ, അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹം ആ എയറിൽ സ്റ്റേ ചെയ്തത് കേട്ടോ. ഇതിലും കുറച്ചും കൂടെ കൂടുതൽ വേർഡ്സ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഭാഗത്തുനിന്ന് എഴുതാൻ സാധിക്കുന്നതാണ് കേട്ടോ.
വാട്ട് ഹാപ്പൻസ് ദ ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഇൻ ദ കോഴ്സ് ഓഫ് ദ ടൈം. അല്ലെ മക്കളെ, ഒരു പ്രത്യേക ടൈം കഴിഞ്ഞപ്പോ നമ്മുടെ ഈ ഓൾഡ് മാനിന്റെ ആ പ്രശസ്തി ഫേമസ് ആയിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവരും വരിക കാണാൻ അങ്ങനെ വരുന്നല്ലോ. ആ പോപ്പുലാരിറ്റി ഒക്കെ ഉണ്ടല്ലോ, ആ ജനശ്രദ്ധക്കും ആ ജനപ്രീതിക്കും ഒക്കെ എന്ത് സംഭവിച്ചു ഒരു പ്രത്യേക സമയമായപ്പോൾ എന്നാണ് ചോദ്യം. At first, many people come to see the old man. ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഓൾഡ് മാനിനെ കാണാൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ലേറ്റർ, പക്ഷേ പിന്നീട്, when something new comes to town, പുതിയത് ടൗണിൽ വന്നപ്പോൾ ഫ്യൂവർ പീപ്പിൾ വിസിറ്റ് ഹിം. എന്താണ് മക്കളെ പുതിയതായിട്ടുള്ളത്? സ്പൈഡർ വുമൻ അല്ലേ? ന്യൂ കംസ് ടു ടൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പൈഡർ വുമൻ, ഒരു ട്രാവലിംഗ് ഷോ ടൗണിൽ വന്നപ്പോൾ ഫ്യൂവർ പീപ്പിൾ വിസിറ്റ് ദം. അവരൊക്കെ എന്ത് ചെയ്തു? കൂടുതൽ ആളുകൾ പിന്നീട് അങ്ങോട്ട് കാണാൻ പോയി. ഇൻ ദ എൻഡ് ദ ഫാമിലി ജസ്റ്റ് ഇഗ്നോർസ് ഹിം ലൈക്ക് ഹിസ് നത്തിങ് സ്പെഷ്യൽ. അവസാനം ആര് വരെ അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്തു? അവിടെയുള്ള ഫാമിലി, അവരുടെ പെലോയും എലിസന്റെ ആ ഫാമിലി വരെ അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്തു. ലൈക്ക് ഹിസ് നത്തിങ് സ്പെഷ്യൽ. എല്ലാവർക്കും അദ്ദേഹം എന്തായി മാറി? അവസാനം ഒരു സ്പെഷ്യലും ഇല്ല, ആർക്കും വേണ്ടാത്ത രീതിയിൽ ഒരു സൈഡ് കിടക്കുന്ന ആൾക്കാരായി ജനങ്ങൾക്കും കാണണ്ട, ഇവർക്കും കാണണ്ട, ഒരു സ്പെഷ്യലും ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ പോലെ ഒരു പരിഗണനയും കിട്ടാതെ ഒരു സൈഡിലിരുന്ന് പോവേണ്ടി വന്നു. അതാണ് അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിക്ക് സംഭവിച്ചത്. ദെൻ പിക്ക് ഔട്ട് ഇൻസ്റ്റൻസ് ഓഫ് ദ ഫോളോയിങ് ഫ്രം ദ സ്റ്റോറി. അല്ലേ, 6th ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റോറിയിൽ നിന്നും. ഇമാജിനറി ഉണ്ട്, സിമിലി ഉണ്ട്, മാജിക്കൽ എലിമെന്റ്സ് ഉണ്ട് അല്ലെ മക്കളെ? നമ്മൾ പണ്ട് പോംസ് ഒക്കെ പഠിക്കുമ്പോഴായിരുന്നു ഈ സിമിലിയും ഇമേജ് ഒക്കെ വന്നിരുന്നത് അല്ലെ. പക്ഷെ ഇപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ പോംസിനൊന്നല്ല സിമിലി ഇമേജും വരുന്നത്, ഇവിടെ വരുന്നത് സ്റ്റോറിയിൽ തന്നെയാണ് കേട്ടോ. നോക്കാം, ഇമേജറി അല്ലെ, ഇമേജറികൾ ഉണ്ടല്ലോ നമുക്ക് കാണാൻ സാധിക്കുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇമേജറികളുണ്ട്. ഇമേജറികൾ ഒരുപാട് ടൈപ്പ് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട് അല്ലെ. കേൾക്കാന്, സ്പർശിക്കാന്, കാണാനും, ഓഡിറ്ററി, വിഷ്വൽ ഇമേജറി ഒരുപാട് അല്ലേ. അപ്പോൾ അതിലുപോലെ ഇവിടെ മൊത്തം ഇമേജറികളാണ് ചോദിക്കുന്നത് കേട്ടോ. അത് നോക്കാം. ഇനോമസ് വിങ്സ് അല്ലെ, അതൊരു വലിയ ഇമേജറി. നമ്മൾ ആദ്യം മുതൽ കണ്ണുകൊണ്ടും സങ്കല്പിക്കുന്നതേ അങ്ങനെയാണ് അല്ലെ, വലിയ ചിറകുകൾ. ബാൾഡ് സ്കൾ ആൻഡ് ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത് അല്ലെ. നിങ്ങൾക്ക് അത് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. അയാളുടെ കഷണ്ടി തലയും വായിൽ 2-3 പല്ലൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിലോട്ട് വരും. എ ന്യൂ മാൻഷൻ, ഒരു വലിയ 2 നില മാളിക അല്ലെ. എ ക്രൗഡർ കോർട്ട്യാർഡ്, മുറ്റത്തൊക്കെ നോക്കുമ്പോൾ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ഇതൊക്കെ നല്ലൊരു ഇമേജിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ സിമിലി പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പഠിക്കുമ്പോൾ അറിയാം, ലൈക്കും ആസും വെച്ചിട്ട് പോലെ അതുപോലെ അല്ലേ. ഞാൻ ആകാശത്ത് കഴുകനെ പോലെ പറന്നുയർന്നു. അപ്പൊ എന്താണ്? ഒരു കമ്പയർ ചെയ്യാണ് അല്ലെ. എന്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യാ? ലൈക്കോ ആസോ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സിമിലി എന്ന് പറയും കേട്ടോ. ലൈക്ക് എ റാക്ക് പക്കറിനെ പോലെ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് എ റെഞ്ചഡ് ഗ്രേറ്റ് ഫാദർ, ആരെ പോലെ ആയിരുന്നു? ഒരു നെനഞ്ഞു കുതിർത്ത ഒരു മുത്തശ്ശിനെ പോലെ ആയിരുന്നു. ലൈക്ക് എ സെനിയൻ വൾച്ചർ അല്ലെ, ഓൾഡായിട്ട് ബോധക്ഷയമൊക്കെ ക്ഷമിച്ച് പോയ പറ്റ ശോചനീയാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കഴുകനെ പോലെ. ലൈക്ക് എ സർക്കസ് അനിമൽ, എന്താണ്? ഒരു സർക്കസ് അനിമലിനെ പോലെ. ദെൻ മാജിക്കൽ എലിമെന്റ്സ്. ഇനി നമുക്കിത് മാജിക്കൽ ആയിട്ട് നമുക്ക് തോന്നുന്ന കുറച്ചുണ്ട് അല്ലെ. എന്താണ് മക്കളെ? സംശയമുള്ള എനോമസ് വിങ്സ് അല്ലെ, വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, അതന്നെ വലിയ മാജിക്കൽ അല്ലെ. അതുപോലെ മറ്റൊന്നാണ് സ്പൈഡർ വുമൺ. അതുപോലെ ഓൾഡ് മാന്റെ സർവൈവൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അല്ലെ. അങ്ങനെ തളർന്ന് വീണ ഒരു മനുഷ്യൻ പിന്നീട് പതിയെ എണീറ്റ് അവസാനം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അദ്ദേഹം പറന്നുയരുകയാണ് അല്ലെ. ദെൻ ഫൈനർ ഫ്ലൈറ്റ്, ആ പറന്നുയരുന്നത് അല്ലെ, ഒരു മനുഷ്യനാണ്, ചിറകുകളുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ പറന്നുയരുന്നത് നമുക്ക് മാജിക്കൽ തന്നെയാണ് അല്ലെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓൾഡ് മാൻ ഫൈനലി മാനേജസ് ടു ഫ്ലൈ അവേ. അവസാനം നമ്മുടെ ഓൾഡ് മാൻ കഷ്ടപ്പെട്ട് എന്ത് ചെയ്തു? ഉയർന്നു പറന്നു അല്ലെ. എലിസണ്ട വാച്ചസ് ഹിം ടിൽ ഹി ഡിസപ്പിയർ. എലിസണ്ട അദ്ദേഹം പോകുന്നത് വരെ നോക്കി നിന്നു. യു മേ ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് അറ്റംപ്റ്റ് ആൾട്ടർനേറ്റീവ് എൻഡിങ്സ് ടു എ സ്റ്റോറി അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റോറിക്ക് ഈ ഒരു എൻഡിങ് അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ വേറെ വല്ല എൻഡിങ് ഉണ്ടെങ്കിൽ അതങ്ങനെ എഴുതാട്ടോ മക്കളെ. എന്ത് ചെയ്യാ? വേറെ പല രീതിയിലും വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അല്ലെ. എലിസന്റെ പോകുമ്പോ ഇവർക്കും വിഷമായിട്ട് അവർ തിരിച്ചു വിളിച്ച് അവരുടെ കൂടെ തന്നെ ഇനി അങ്ങോട്ടുള്ള കാലം ഈ വ്യക്തി ജീവിക്കുന്നതായിട്ട് നമുക്ക് നോക്കാം അല്ലെ. ആ കുട്ടിയുടെയും അവരുടെയും കൂടെ ജീവിക്കുന്നത് നോക്കാം. അല്ലെങ്കിൽ അവർ പോകുന്നതോട് കൂടിയിട്ട്
അവരുടെ പ്രശസ്തിയും അവരുടെ വെൽത്തൊക്കെ നഷ്ടപ്പെട്ട് അവര് പഴയ അവസ്ഥയിലോട് പോയി അവരുടെ കുട്ടിക്കൊക്കെ അസുഖം വന്ന് അവരെ കളിയാക്കി എറിഞ്ഞ നാട്ടുകാർക്കൊക്കെ കുറെ ബുദ്ധിമുട്ടൊക്കെ വന്ന് അവർക്കൊക്കെ ഒരു മാജിക്കൽ എലമെന്റ്സ് പോലെ തോന്നുന്ന രീതിക്ക് ആ ഒരു നല്ല മനുഷ്യനെ പോയോട് കൂടിയിട്ട് ആ നാടിന്റെ ഐശ്വര്യം പോകുന്ന രീതിയിലോട്ടൊക്കെ നമുക്ക് ചിത്രീകരിക്കാം. ഇങ്ങനെ പല രീതിയിലും ഈ കഥയ്ക്ക് നമുക്ക് എൻഡിങ് കൊടുക്കാം. നമുക്കൊരു എൻഡിങ് നോക്കാം അല്ലെ. When the old man flies away, a violent storm suddenly rolls. അല്ലെ, ഓൾഡ് മാൻ അങ്ങ് പോയോട് കൂടിയിട്ട് പെട്ടെന്ന് ഒരു വലിയ കൊടുങ്കാറ്റ് അങ്ങ് കറങ്ങി വരികയാണ്. ഷേക്കിംഗ് ദ വില്ലേജ്, ആ വില്ലേജിനെ അങ്ങോട്ട് ഷേക്ക് പിടിച്ചു കുലിക്കുന്നുണ്ട് കേട്ടോ. ദ ടൗൺസ് പീപ്പിൾ പാനിക്, ആളുകളൊക്കെ എന്ത് ചെയ്യാണ്, പേടിച്ച് വിറക്കാണ്, പാനിക് ആവാണ്, പേടിക്കുകയാണ്. തിങ്കിങ് ഇറ്റ്സ് എ പണിഷ്മെന്റ് ഫോർ ഹൗ ദേ ട്രീറ്റഡ് ഹിം. അവർ ചിന്തിക്കുകയാണ് അല്ലെ, ഇത് ഞങ്ങൾക്ക് ദൈവം തന്ന പണിഷ്മെന്റ് ആണ്. എന്തിന് ആ ഓൾഡ് മാനെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തതിന് ദൈവം ഞങ്ങൾക്ക് തന്ന പണിഷ്മെന്റ് ആണ്. സ്ട്രെയിൻഡ് ക്രീച്ചേഴ്സ് ബിഗിൻ ടു അപ്പിയർ നിയർ ദ ഷോർ. അല്ലെ, അവരുടെ ഷോറിന്റെ മുമ്പിൽ, അവരുടെ കടൽ തീരത്ത് പരിചയമില്ലാത്ത സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ജീവികൾ വരാൻ തുടങ്ങി. ആൻഡ് ഫിയർ സ്പ്രെഡ്, മൊത്തം ഭയങ്ങൾ പരന്നു അല്ലെ. എലിസണ്ട realize the old man may not have been an angel or but something far older and more powerful. എലിസന്റെ തിരിച്ചറിയാണ് അത് വെറും ഒരു ഏഞ്ചൽ അല്ല, അതിനു മുകളിലുള്ള എന്തോ വലിയ പവർഫുൾ ആയിട്ട് ശക്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ചിന്തിക്കുകയാണ്. ദ വില്ലേജ് ഇസ് നെവർ ദ സെയിം അഗൈൻ. പിന്നീട് ഒരിക്കലും ആ വില്ലേജ് തോലെ അങ്ങനെ ചെയ്തിട്ടില്ല. നൗ ദ വില്ലേജസ് ട്രീറ്റ് എനി പേഴ്സൺ വിത്ത് കൈൻഡ്നസ് ഹേർട്ട്. അല്ലെ, അതിനുശേഷം ആ അനുഭവത്തിന് ശേഷം ആ വില്ലേജിലുള്ളവർ ആര് വന്നാലും അവരുടെ മുമ്പിൽ പിന്നീട് ആ നാട്ടിലോട്ട് ആര് കയറി വരികയാണെങ്കിലും വളരെ കൈൻഡ്നസ് ഹേർട്ടോട് കൂടിയിട്ട്, അല്ല കൈൻഡ്നസ് ആയിട്ടുള്ള ഹാർട്ടോട് കൂടിയിട്ട് അവരെല്ലാവരും പിന്നീട് ആളുകളെ സ്വീകരിക്കാൻ തുടങ്ങി അല്ലെ. നല്ലൊരു അനുകമ്പയും ദയൊക്കെയുള്ള മനസ്സോടുകൂടി. ദെൻ ഏത് ക്വസ്റ്റ്യൻ, ഹൂ സഫേഴ്സ് ദ മോസ്റ്റ് ഇൻ ദ സ്റ്റോറി? ആരാണ് ഈ കഥയിൽ ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ളത് മക്കളെ? വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽസ് us about the need for the compassions? എന്താണ്, എന്തുകൊണ്ട് ഇവിടെ അനുകമ്പയുടെയും ഒക്കെ ഒരു ആവശ്യത്തെ കുറിച്ച് സ്റ്റോറിയിൽ പറയുന്നതിന്റെ ആവശ്യകത എന്താണെന്നാണ് ചോദ്യം. The old man suffers the most in the story. ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും ഇതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ടുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ ഓൾഡ് മാൻ ആണ് അല്ലെ. കാരണം he is treated like an animal and kept in a dirty coop. അല്ലെ, ഒരു മൃഗത്തെ പോലെയാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത്. അദ്ദേഹത്തെ എവിടെയായിരുന്നു, വൃത്തിയില്ലാത്തൊരു ചിക്കൻ കൂപ്പിലാണ് അദ്ദേഹത്തെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. The story reminds us to be kind to those who are weak or different. ഈ സ്റ്റോറി നിങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് മക്കളെ. നമ്മൾ വളരെ വീക്കായിട്ടുള്ള, ദുർബലരായിട്ടുള്ള, ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ അവരെ യൂട്ടിലൈസ് ചെയ്ത് ചൂഷണം ചെയ്യാതെ അവരോട് നമ്മൾ ദയാപൂർവം പെരുമാറണം. കമ്പാഷൻ ഹെൽപ്പ് us to see the dignity in every people. അല്ലെ, എന്താണ് മക്കളെ ഈ ഒരു ദയ തോന്നിക്കാൻ, ഈ അനുകമ്പ എന്ന് പറയുന്നത് ഓരോ മനുഷ്യരിലെയും എന്താണ് മക്കളെ, അതൊരു അന്തസ് ഉയർത്തുന്ന കാര്യം തന്നെയാണ് അല്ലെ. പല ആളുകളും ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആളുകളെ ചൂഷണം ചെയ്യാറുണ്ട് അല്ലെ. അവർക്ക് ഫണ്ടൊക്കെ പിരിക്കാൻ വേണ്ടിയിട്ട് മുന്നിലോട്ട് നിൽക്കും, കുറച്ചെന്തൊക്കെയോ കൊടുക്കും, ബാക്കിയൊക്കെ അവരുടെ പോക്കറ്റിലോട്ട് ഇടും അല്ലെ. അങ്ങനെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെയുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നവരും അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷെ അവരെ നന്നായിട്ട് സഹായിക്കുന്ന ആളുകളും കൂടുതലുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആളുകളെ ചൂഷണം ചെയ്യരുത്, അവരോട് നമ്മൾ കാണിക്കേണ്ടത് ഒരു കൈൻഡ്നസ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇത്രയുമാണ് ആക്ടിവിറ്റിയിൽ വരുന്ന ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്ന ഭാഗമുള്ളത് കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഡയറി റൈറ്റപ്സും ബാക്കി റിപ്പോർട്ട്സും ഒക്കെ ഉണ്ട്. ആ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.